Hello children, once again welcome to the online class of Vidyasagar. Let's move to the rest of the lesson, that is the trip of Leihola. In the last session, we found that the author Guy de Maupassant got a telegram from Captain Jarvis, and they had planned to have a novel type of journey, that is a trip in a hot air balloon. And we also found that the balloon is arranged and the basket is connected to it, and the things they needed are also arranged inside the basket. The things contained in the basket are siren, trumpets, some edible things, overcoats and raincoats. And now it's time for the passengers to get inside the basket. So let us move to that part. Captain Jarvis is now ready and calls all the passengers. അപ്പോൾ നമ്മുടെ പാസഞ്ചേഴ്സൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവരുടെ ഭക്ഷണമൊക്കെ പോയി കഴിച്ചിട്ടാണ് വന്നത്. ക്യാൻറ്റീനിൽ പോയി ഡൈൻ ചെയ്തു എന്ന് പറഞ്ഞു. അവർ തിരികെ വരുമ്പോഴേക്കും ബലൂൺ ഒരു പ്രൊഡിജിയസ് ഗോൾഡൻ ഫ്രൂട്ട് പോലെ വളരെ മനോഹരമായിട്ട് ലാസ്റ്റ് റേസ് ഓഫ് സെറ്റിംഗ് സൺ ഒക്കെ അതിൻ്റെ പുറത്ത് വീണ് അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. അതിനോട് ബാസ്ക്കറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ബാസ്ക്കറ്റിനകത്ത് അവർക്ക് കൊണ്ടുപോകേണ്ട കുറച്ച് സാധനങ്ങൾ, സൈറണും ട്രംപറ്റ്സും ഈറ്റബിൾസും റെയിൻകോട്ട്സും ഓവർകോട്ട്സും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ ക്യാപ്റ്റൻ ജോയ്സ് റെഡിയായി നിൽക്കുകയാണ്. അദ്ദേഹം പാസഞ്ചേഴ്സിനെയൊക്കെ വിളിക്കുന്നു. Lieutenant Mallet jumps aboard, climbing first on the aerial net between the basket and the balloon, from which he will watch during the night the movements of Leihola across the skies, as the officer on watch, standing on starboard, watches the course of a ship. Monsieur Etrin Bear gets in after him. Then comes Monsieur Paul Besant, then Monsieur Patrice Iris, and I get in last. സോ ഇനി അതിനകത്തേക്ക് കടക്കാനുള്ള പാസഞ്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മുടെ ബാസ്ക്കറ്റിനകത്ത് കയറിയിരുന്ന് യാത്ര ചെയ്യാൻ പോകുന്ന ആൾക്കാർ. സോ ദ ഫസ്റ്റ് വൺ ഈസ് ലെഫ്റ്റനൻറ്റ് മാലറ്റ്. ആദ്യം കയറിയ ആൾ ലെഫ്റ്റനൻറ്റ് മാലറ്റാണ്. അദ്ദേഹം ജംസ് അബോർഡ്, വാഹനത്തിനുള്ളിലേക്ക് ചാടിക്കയറി. ക്ലൈംബിംഗ് ഫസ്റ്റ് ഓൺ ദി ഏരിയൽ നെറ്റ് ബിറ്റ്വീൻ ദി ബാസ്ക്കറ്റ് ആൻഡ് ദ ബലൂൺ. അദ്ദേഹം കയറിയത് ബാസ്ക്കറ്റിനകത്ത് കയറിയിരിക്കുകയല്ല ചെയ്തത്. ഹിസ് ക്ലൈംബിംഗ് എവിടേക്കാ? ഓൺ ദി ഏരിയൽ നെറ്റ് ബിറ്റ്വീൻ ദി ബാസ്ക്കറ്റ് ആൻഡ് ദ ബലൂൺ. ബലൂണിനെയും ബാസ്ക്കറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യിക്കുന്ന ഭാഗത്തുള്ള ഏരിയൽ നെറ്റിൽ അദ്ദേഹത്തിനൊരു സീറ്റുണ്ട്. അവിടേക്കാണ് അദ്ദേഹം കയറിയത്. എന്താണ് അവിടെ അദ്ദേഹം ചെയ്യുക? ഫ്രം വിച്ച് ഹി വിൽ വാച്ച് ഡ്യൂറിങ് ദി നൈറ്റ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് ലേഹോല അക്രോസ് ദ സ്കൈസ്. അവിടെ ഇരുന്നു കൊണ്ട് രാത്രിയിൽ ലേഹോലയുടെ മൂവ്മെൻറ്റ്, ആകാശത്തോടു കൂടിയുള്ള ലേഹോലയുടെ ചലനം നിരീക്ഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജോലി. As the officer on watch, standing on starboard, watches the course of a ship. അതിനെ മറ്റൊരു കാര്യമായിട്ട് ഉപമിച്ചിട്ടുണ്ട്. എന്തുപോലെയാണെന്ന് പറയുന്നു? ദ ഓഫീസർ ഓൺ വാച്ച്, ഷിപ്പിലുള്ള ഓഫീസർ ഓൺ വാച്ച്, അതായത് നിരീക്ഷണത്തിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഷിപ്പിൻ്റെ സ്റ്റാർബോർഡിൽ നിന്നുകൊണ്ട് കോഴ്സ് ഓഫ് എ ഷിപ്പിൻ്റെ ഗതി നിരീക്ഷിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഇവിടെ ലേഹോല രാത്രിയിൽ ആകാശത്തുകൂടി പറന്നു പോകുമ്പോൾ ആ ബലൂണിൻ്റെ ഗതി നിരീക്ഷിക്കുന്നതിനുള്ള ഒരു ജോലിയാണ് ലെഫ്റ്റനൻ്റ് മാലറ്റിനുള്ളത്. അപ്പോൾ അദ്ദേഹം നിരീക്ഷണ ഉദ്യോഗസ്ഥനായിട്ടാണ് ആ ഏരിയൽ നെറ്റിലുള്ള സീറ്റിലേക്ക് കടന്നിരിക്കുന്നത്. ഇനി മറ്റാരൊക്കെയാണ് കയറിയെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ലെഫ്റ്റനൻ്റ് മാലറ്റ് ആണല്ലോ കയറിയത്. അടുത്ത് പറയുന്നത് മെസ്സിയെ എറ്ററിൻ ബിയറിനെ കുറിച്ചാണ്. എം എന്ന് കൊടുത്ത് ഒരു സ്റ്റാർ ചെയ്തിട്ടുണ്ട് അവിടെ. എം എന്ന വേർഡ് അതൊരു കോർട്ടസി വേർഡിനെയാണ്, ഫ്രഞ്ച് കോർട്ടസി വേർഡിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ മിസ്റ്റർ പറയുന്നത് പോലെ ഫ്രഞ്ച് കോർട്ടസി വേർഡാണ് മെസ്സിയെ.
സോ മെസ്സിയെ എറ്റുറിൻ ബെയർ ഗെറ്റ്സ് ഇൻ ആഫ്റ്റർ ഹിം. അടുത്തതായിട്ട് കയറിയ ആളാരാണ്? അത് മെസ്സിയെ എറ്റുറിൻ ബെയർ ആണ്. അദ്ദേഹത്തിൻ്റെ പിന്നാലെ, ലെഫ്റ്റനൻ്റ് മാൽറ്റിന് പിന്നാലെ ഈ ബാസ്ക്കറ്റിനുള്ളിലേക്ക് കടന്നത് മെസ്സിയെ എറ്റുറിൻ ബെയർ ആണ്. അത് കഴിഞ്ഞ് ദെൻ കംസ് മെസ്സിയെ പോൾ ബെസൻറ്റ്, ദെൻ മെസ്സിയെ പാട്രിസ് ഐറിസ് ആൻഡ് ഐ ഗെറ്റ് ഇൻ ലാസ്റ്റ്. പിന്നെ കയറിയവർ മിസ്റ്റർ പോൾ ബെസൻറ്റും മിസ്റ്റർ പാട്രിസ് ഐറിസുമാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഓദർ മോപ്പസാങ്, അദ്ദേഹവും ഈ ബാസ്ക്കറ്റിനുള്ളിലേക്ക് കടന്നു. But the basket is too heavy for the balloon considering the long trip to be taken and Messiah Iris has to get out not without a great regret. പക്ഷേ ഇത്രയും ആൾക്കാരൊക്കെ അതിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ബട്ട് ദ ബാസ്ക്കറ്റ് ഈസ് ടു ഹെവി ഫോർ ദ ബലൂൺ. ഈ ബലൂണിനെ സംബന്ധിച്ച് ബാസ്ക്കറ്റ് ടു ഹെവി ആയിപ്പോയി, ഭാരം കൂടിപ്പോയി. കൺസിഡറിങ് ദ ലോങ് ട്രിപ്പ് ടു ബി ടേക്കൺ, അതായത് അവർ ചെയ്യാൻ പോകുന്നത് ഒരു നീണ്ട യാത്രയാണല്ലോ. ആ ലോങ് ട്രിപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ബാസ്ക്കറ്റ് ബലൂണിന് അധിക സമയം വഹിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ വെയിറ്റ് കൂടിപ്പോയി. അപ്പോൾ ഇത്ര ആൾക്കാരൊക്കെ കയറി കഴിഞ്ഞപ്പോഴാണ് വെയിറ്റ് കൂടിയത്. അതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നു. സോ മെസ്സിയ ഐറിസ് ഹാസ് ടു ഗെറ്റ് ഔട്ട്. അങ്ങനെ ഇറങ്ങേണ്ടി വന്നത് മെസ്സിയ ഐറിസിനാണ്. അദ്ദേഹം ഇത്തരത്തിലൊരു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ആകാംക്ഷയോടുകൂടി സന്തോഷത്തോടു കൂടി യാത്രയ്ക്കായിട്ട് പുറപ്പെട്ട് ബാസ്ക്കറ്റിനുള്ളിൽ വരെ കയറിയതാണ്. എന്നിട്ട് പെട്ടെന്ന് പുറത്തിറങ്ങുക എന്ന് പറയുമ്പോൾ സങ്കടമായിരിക്കും അല്ലേ? അതുതന്നെ അദ്ദേഹത്തിന് സംഭവിച്ചത്. നോട്ട് വിതൗട്ട് ഗ്രേറ്റ് റിഗ്രറ്റ്. റിഗ്രറ്റ് ഖേദം. അപ്പോൾ വിതൗട്ട് റിഗ്രറ്റ് ഖേദമില്ലാതെ എന്നാണ്. പിന്നെ നെഗറ്റീവ് ആക്കിയിട്ടുണ്ട്, നോട്ട് വിതൗട്ട് ഗ്രേറ്റ് റിഗ്രറ്റ്. ഖേദത്തോടു കൂടി അല്ലാതെ, അതായത് വളരെ ഖേദത്തോടു കൂടി സങ്കടത്തോടു കൂടി അദ്ദേഹം ബാസ്ക്കറ്റിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ബാക്കിയുള്ളവരെ മാത്രമേ കൊണ്ടുപോകാൻ നിവർത്തിയുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് ബാസ്ക്കറ്റിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നു. അപ്പോൾ ആരൊക്കെയാണ് യാത്രികർ എന്ന് നോട്ട് ചെയ്യുമ്പോൾ അക്കാര്യം ശ്രദ്ധിച്ചോളണം. അതായത് ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതിൽ മെസ്സി പാട്രിസ് ഐറിസിനെ ഒരു യാത്രികനായിട്ട് ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ യാത്രികരുടെ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഒഴിവാക്കിയേക്കണം നിങ്ങളതൊക്കെ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഇനി യാത്രക്കാരെല്ലാം കയറിയ സ്ഥിതിക്ക് ഇനി വേണ്ടിയത് നമ്മുടെ ലേഹോലയെ അന്തരീക്ഷത്തിലേക്ക് പറത്തിവിടുകയാണ്. അതായത് ബലൂണിന് എയർ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് പറന്ന് പൊങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയിൽ നിൽക്കുകയായിരിക്കും. അപ്പോൾ അതിനെ ഭൂമിയിൽ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന എന്തെങ്കിലും ഘടകം കാണും. അതായത് കയർ വെച്ച് കെട്ടിയിട്ടുണ്ടാകും. അതിനെ കെട്ടിയിട്ടാലല്ലേ അത് നിൽക്കുള്ളൂ. അപ്പോൾ എയർ ഫില്ലായി കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി വേണ്ടിയത് ആ ഒരു ബന്ധനം ഒന്ന് ഒഴിവാക്കി കൊടുത്താൽ നമ്മുടെ ലേഹോല അന്തരീക്ഷത്തിലേക്ക് പറന്നുയരും. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ്, ആ നടപടികളാണ് ഇനി ചെയ്യുന്നത്. മെസ്സിയ ജോലിയറ്റ് സ്റ്റാൻഡിങ് ഇറക്റ്റ് ഓൺ ദ എഡ്ജ് ഓഫ് ദ ബാസ്ക്കറ്റ് begs the ladies in very gallant terms to stand aside a little, for he is afraid he might throw sand on their hats in rising. Then he commands, let it loose, and cutting with one stroke of his knife the ropes that hold the balloon to the ground, he gives Lehola its liberty. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ബലൂണിനെ സ്വതന്ത്രമാക്കാനായിട്ട് എത്തിയിരിക്കുന്ന ആൾ മെസ്സിയ ജോളിയറ്റാണ്. ആൻഡ് ഹീ സ്റ്റാൻഡിങ് ഇറക്റ്റ് ഓൺ ദ എഡ്ജ് ഓഫ് ദ ബാസ്ക്കറ്റിൻ്റെ അരികിലായിട്ട് വന്ന് നിന്നുകൊണ്ട് ബെക്സ് ദ ലേഡീസ് ഇൻ വെരി ഗാലന്റ് ടേംസ് ടു സ്റ്റാൻഡ് അസൈഡ് എ ലിറ്റിൽ. അരികിലൊക്കെ കൂടി നിൽക്കുന്ന ആൾക്കാർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ക്രൗഡ് ഓഫ് പീപ്പിൾ അവിടെ എത്തിയിട്ടുണ്ട് ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. ഒരു പുതുമയുള്ള യാത്രയാണല്ലോ. അപ്പോൾ അത് കാണാൻ എത്തിയിരിക്കുന്ന ആൾക്കാരിൽ പ്രത്യേകിച്ചും സ്ത്രീകൾ ഒക്കെ ഇങ്ങനെ അരികിൽ വന്ന് നിൽപ്പുണ്ട്. ആ നിൽക്കുന്നവരോട് കുറച്ചങ്ങോട്ടൊന്ന് ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞു. നീങ്ങി നിൽക്കാനായിട്ട് വളരെ ഒരു പൊളൈറ്റ് മാനറിൽ അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു. കാരണം എന്താണെന്നറിയാമോ? ഫോർ ഹീ ഈസ് അഫ്രൈഡ് ഹി മൈറ്റ് ത്രോ സാൻഡ് ഓൺ ദെയർ ഹാറ്റ്സ് ഇൻ റൈസിങ്. അതായത് ബലൂൺ റൈസ് ചെയ്യുന്ന സമയത്ത് ബലൂണിൻ്റെ ഭൂമിയിലുള്ള ബന്ധനം വിടുവിച്ച് അതിനെ റൈസ് ചെയ്യിക്കുന്ന സമയത്ത് ഈ ബലൂൺ ഉയർന്നു പൊങ്ങുമ്പോൾ സാൻഡ് ഇവരുടെയൊക്കെ ദേഹത്തേക്ക് വന്ന് വീഴാൻ, അവരുടെ തലയിലേക്ക് അല്ലെങ്കിൽ അവരുടെ തലയിൽ അണിഞ്ഞിരിക്കുന്ന തൊപ്പികളിലേക്ക് ഒക്കെ സാൻഡ് വന്ന് വീഴാനുള്ള സാധ്യത ഉണ്ടെന്ന് അദ്ദേഹം ഭയക്കുന്നു. അതുകൊണ്ട് ആ ഒരു അസൗകര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവരോടൊക്കെ അരികിലേക്ക് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ ആൾക്കാരെയൊക്കെ ഒതുക്കി നിർത്തിയതിന് ശേഷം ദെൻ ഹി കമാൻഡ്സ്, അദ്ദേഹം ഓർഡർ ചെയ്യുന്നു, ലേഹോലയെ ഫ്രീ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യുന്നു. ലെറ്റ് ഇറ്റ് ലൂസ് ആൻഡ് cutting with one stroke of his knife
The ropes that hold the balloon to the ground, he gives Lehola its liberty. അപ്പോൾ അദ്ദേഹം ഓർഡർ ചെയ്തത് എന്താണ്? ലെറ്റ് ഇറ്റ് ലൂസ്, അതിനെ സ്വതന്ത്രമാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കട്ടിങ് വിത്ത് വൺ സ്ട്രോക്ക് ഓഫ് ഹിസ് നൈഫ് ദ റോപ്സ് ദറ്റ് ഹോൾഡ് ദ ബലൂൺ ടു ദ ഗ്രൗണ്ട്. ബലൂണിനെ ഭൂമിയിലേക്ക് ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ആ റോപ്സ്, കയറുകളൊക്കെ നൈഫിൻ്റെ ഒറ്റ സ്ട്രോക്കിൽ, ഒരൊറ്റ വെട്ട് കൊടുത്ത് ഒറ്റ ചലനത്തിൽ ആ റോപ്പ് കട്ട് ചെയ്ത് ഹി ഗീവ്സ് ലേഹോല ഇറ്റ്സ് ലിബേർട്ടി. ലേഹോലയ്ക്ക് അതിൻ്റെ ലിബേർട്ടി കൊടുത്തു. അതായത് ലേഹോല അന്തരീക്ഷത്തിലേക്ക് പറന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ അത് സ്വതന്ത്രമാവുകയാണ്. സ്വതന്ത്രമാകുക എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ടുള്ള വേറെ മെഷീനറി ഒന്നും നമ്മുടെ കൈവശമില്ല. അപ്പോൾ എയർ ഫില്ലായിരിക്കുന്ന ഈ ബലൂണിനെ സംബന്ധിച്ച് അത് അന്തരീക്ഷത്തിൽ പറന്ന് നടക്കും. അതിനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ള ദിശയിലേക്ക് പറത്താനോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകാനോ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ലിബേർട്ടി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ലേഹോല എന്ന് പറഞ്ഞ ബലൂൺ സ്വതന്ത്രമാകാൻ പോവുകയാണ്. അപ്പോൾ അതിനെ ബന്ധനത്തിലായിരുന്നു ഈ ബലൂൺ. ബന്ധനത്തിലായിരുന്ന ബലൂണിനെ നമ്മൾ സ്വതന്ത്രമാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ കയറെല്ലാം പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെല്ലാം മുറിച്ച് മാറ്റിയപ്പോഴേക്കും നമ്മുടെ ലേഹോലയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ബലൂൺ നേരെ മുകളിലേക്ക് പറക്കുമല്ലേ. ഒപ്പം ബാസ്ക്കറ്റിനകത്തുള്ള പാസഞ്ചേഴ്സ് ഒക്കെ ഒരു പുതിയ യാത്ര, അതുവഴി ഒരു പുതിയ അനുഭവം അവർക്കുണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ എന്താണ് എന്ന് തുടർന്ന് വിവരിച്ചിരിക്കുന്നു. നോക്കൂ. ഇൻ 1 second we fly skyward. Nothing can be heard. We float, we rise, we fly, we glide. Our friends shout with glee and applaud, but we hardly hear them, we hardly see them. We are already so far, so high. What? Are we really leaving these people down there? Is it possible? Paris spreads out beneath us, a dark bluish patch cut by its streets, from which rise here and there domes, towers, steeples. Then around it the plain, the country traversed by long roads, thin and wide, amidst green fields of a tender or dark green and woods almost black. അങ്ങനെ നമ്മുടെ ബലൂണിനെ സ്വതന്ത്രമാക്കി കഴിഞ്ഞപ്പോൾ ഇൻ 1 second വി ഫ്ലൈ സ്കൈവേർഡ്. ഒറ്റ നിമിഷം കൊണ്ട് ഞങ്ങൾ ആകാശത്തേക്ക് പറന്നുയർന്നു. നത്തിങ് ക്യാൻ ബി ഹേർഡ്. ഞങ്ങൾക്ക് ചുറ്റാകെയുള്ള ശബ്ദങ്ങൾ കേൾക്കാനുള്ള മാനസികാവസ്ഥയൊന്നുമില്ല. ഒന്നും കേൾക്കുന്നില്ല ഞങ്ങൾ. വി ഫ്ലോട്ട്, വി റൈസ്, വി ഫ്ലൈ, വി ഗ്ലൈഡ്. ആകാശത്തേക്ക് വരുന്ന ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞറിയിക്കുക വളരെ പ്രയാസമാണ്. കാരണം ഒരു പുതുമയുള്ള അനുഭവമാണല്ലോ ആകാശത്തുകൂടി ഇങ്ങനെ സ്വതന്ത്രമായി പറന്ന് നടക്കുക. വി ഫ്ലോട്ട്, ഞങ്ങൾ ഒഴുകി നടക്കുകയാണ്. റൈസ് ചെയ്യുന്നു, ഉയർന്നു പോകുന്നുണ്ട്. ഫ്ലൈ ചെയ്യുന്നു, പറക്കുന്നു. ആൻഡ് വി ഗ്ലൈഡ്, തെന്നി നീങ്ങുകയാണ് ഞങ്ങൾ. അപ്പോൾ അന്തരീക്ഷ വായുവിലൂടെ ഇങ്ങനെ തെന്നി നീങ്ങി വേഗത്തിൽ മുകളിലേക്ക് ഉയർന്ന് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓ ഫ്രണ്ട്സ് ഷൗട്ട് വിത്ത് ഗ്ലീ ആൻഡ് അപ്ലോഡ്. താഴെ ഞങ്ങളെ യാത്ര അയക്കാൻ വന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ ഉച്ചത്തിൽ കൂകി വിളിച്ച് ബഹളം വെച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്, ആഹ്ലാദ പ്രകടനം നടത്തുന്നുണ്ട്. ഞങ്ങളുടെ ബലൂൺ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നതിലുള്ള സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ബട്ട് വി ഹാർഡ്ലി ഹിയർ ദം, വി ഹാർഡ്ലി സീ ദം. ഞങ്ങൾ അവരെ കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റാതെ ആയി എന്നോ അത്രയും ഉയരത്തിലെത്തി എന്നൊന്നുമല്ല അതിനർത്ഥം. ഞങ്ങൾ ആ ഒരു പുതുമയുള്ള യാത്രയുടെ എക്സൈറ്റ്മെൻറ്റിൽ താഴെയുള്ള ശബ്ദങ്ങൾക്ക് കാതോർക്കുന്നതിനോ താഴെയുള്ള കാഴ്ചകൾ, അതായത് മനുഷ്യരെ കാണുന്നതിനോ ഉള്ള മാനസികാവസ്ഥയിലൊന്നും അല്ല ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്, വളരെ അത്യധികമായ ഒരു ആഹ്ലാദത്തിലാണ്, പറഞ്ഞറിയിക്കാനാവാത്ത ഒരു മാനസികാവസ്ഥയിലാണ്. വി ആർ ആൾറെഡി സോ ഫാർ, സോ ഹൈ. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വളരെ ഉയരത്തിലേക്ക്, വളരെ ദൂരത്തേക്ക് എത്തി. ഞങ്ങൾ ആലോചിക്കുക, വാട്ട് ആർ വി റിയലി ലീവിങ് ദീസ് പീപ്പിൾ ഡൗൺ ദയർ? ഇസ് ഇറ്റ് പോസിബിൾ? ശരിക്കും നമ്മൾ ഈ മനുഷ്യരെയൊക്കെ താഴെ ഉപേക്ഷിച്ച് പോവാണോ? അത് സാധ്യമാണോ? താഴെ ഭൂമിയിൽ മനുഷ്യരെ, നമ്മുടെ ബന്ധങ്ങളെല്ലാം അവിടെ വിട്ടിട്ട് ആ ബന്ധനങ്ങളെല്ലാം വിച്ഛേദിച്ച് ആകാശത്തു കൂടി സ്വതന്ത്രമായി പറന്നു കിടക്കുക മനുഷ്യന് ചിന്തിക്കാവുന്ന കാര്യമാണോ? അപ്പോൾ അത് ഞങ്ങൾക്ക് സാധ്യമായിട്ടുള്ളൊരു കാര്യമാണോ? ഇത് എന്തൊരു തരം അനുഭവമാണ് എന്നൊക്കെ ഞങ്ങളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ ചിന്തിക്കുകയാണ്.
ഇനി താഴേക്ക് നോക്കിയാൽ കാണുന്നത്, ഒത്തിരി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും താഴേക്ക് നോക്കിയാലുള്ള ഞങ്ങളുടെ പാരീസ് നഗരത്തിൻ്റെ ദൃശ്യം എന്താണെന്ന് പറയുന്നു. പാരീസ് സ്പ്രെഡ്സ് ഔട്ട് beneath us, a dark bluish patch cut by its streets, from which rise here and there domes, towers, steeples. Then around it the plain, the country, traversed by long roads, thin and wide, amidst green fields of a tender or dark green and woods almost black. താഴെ പാരീസ് നഗരം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. അവിടെ നിന്നാണല്ലോ ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. പാരീസ് നഗരത്തെ കാണാൻ താഴേക്ക് നോക്കിയാൽ ഇരുട്ട് വ്യാപിച്ച് തുടങ്ങിയിട്ടുണ്ട്. സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണല്ലോ ഞങ്ങളുടെ യാത്ര തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ പാരീസ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. സ്പ്രെഡ്സ് ഔട്ട് beneath us, ഞങ്ങൾക്ക് കീഴെയായിട്ട്. എ ഡാർക്ക് ബ്ലൂയിഷ് പാച്ച്, ഒരു ഇരുണ്ട നീല നിറത്തിൽ അങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ് ഞങ്ങളുടെ സുന്ദരമായ പാരീസ് നഗരം. കട്ട് ബൈ ഇറ്റ്സ് സ്ട്രീറ്റ്സ്, അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ തെരുവുകൾ, അതിനെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്ലൂയിഷ് പാച്ചിനെ ഇടയ്ക്കിടയ്ക്ക് തെരുവുകൾ കട്ട് ചെയ്യുന്നു. ഫ്രം വിച്ച് റൈസ് ഹിയർ ആൻഡ് ദെയർ, ആ സ്ട്രീറ്റ്സിൽ അവിടെ ഇവിടെ ആയിട്ട് ഉയർന്നു കാണാം കുറച്ച് ഡംസ്, ടവേഴ്സ്, സ്റ്റീപ്പിൾസ് എക്സെട്ര. അപ്പോൾ വലിയ ചില കെട്ടിടങ്ങൾ, ടവേഴ്സ്, ഗോപുരങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴികക്കുടങ്ങൾ, ഗോപുരാഗ്രങ്ങൾ, അതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ദെൻ അറൗണ്ട് ഇറ്റ്സ് ദ പ്ലെയിൻ, അതിന് ചുറ്റാകെയായിട്ട് ദ പ്ലെയിൻ, ദ കൺട്രി, ഭൂപ്രദേശമാണ്, സമതല പ്രദേശമാണ്. ട്രാവേഴ്സ്ഡ് ബൈ ലോങ് റോഡ്സ്, തിൻ ആൻഡ് വൈറ്റ്, തിൻ ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ലോങ് റോഡ്സ് കൊണ്ട് ട്രാവേഴ്സ് ചെയ്തിരിക്കുന്ന ഒരു ഭൂപ്രദേശം. അപ്പോൾ നിറയെ റോഡുകളുടെ ഒരു ശൃംഖലയൊക്കെ ഉള്ള ഒരു ഭൂപ്രദേശം. എമിറ്റ്സ് ഗ്രീൻ ഫീൽഡ്സ് ഓഫ് എ ടെൻഡർ ഓർ ഡാർക്ക് ഗ്രീൻ, നല്ല പച്ച നിറത്തിൽ, ഒന്നുകിൽ ടെൻഡർ ഗ്രീൻ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ, നീളം പച്ചയോ കടും പച്ചയോ ഒക്കെ നിറമുള്ള ഫീൽഡ്സിൻ്റെ നടുക്കുകൂടി കടന്നു പോകുന്ന റോഡുകളുടെ ശൃംഖല, അതൊക്കെ എടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് വുഡ്സ് ആൾമോസ്റ്റ് ബ്ലാക്ക്, പിന്നെ ഉള്ളത് വുഡ്സാണ്, ഫോറസ്റ്റ് ഏരിയ ആണ്, ആൾമോസ്റ്റ് ബ്ലാക്ക് ആയിട്ട് കാണുന്ന ഫോറസ്റ്റ് ഏരിയ. അപ്പോൾ ഇത്രയുമൊക്കെയാണ് താഴേക്ക് നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ പാരീസ് നഗരത്തിനെ കണ്ടിട്ട് പറയാൻ പറ്റുന്നത്. എന്തൊക്കെയാ പാരീസ്? ഞങ്ങൾക്ക് താഴെയായിട്ട് പാരീസ് നഗരം വ്യാപിച്ചു കിടക്കുകയാണ്, ഒരു ഡാർക്ക് ബ്ലൂയിഷ് പാച്ചായിട്ട്. അതിനെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ സ്ട്രീറ്റ്സ് ഉണ്ട്. സ്ട്രീറ്റ്സിൽ നിന്ന് അവിടെ അവിടെ ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങളും താഴികക്കുടങ്ങളും ഒക്കെ കാണുന്നുണ്ട്. പിന്നെ അതിന് ചുറ്റാകെ വ്യാപിച്ചു കിടക്കുന്ന ഭൂപ്രദേശം, പച്ചപ്പ് നിറഞ്ഞ പാടങ്ങൾക്കിടയിലൂടെ തിൻ ആൻഡ് വൈറ്റ് റോഡ്സ് കൊണ്ട് കട്ട് ചെയ്തിരിക്കുന്ന ഭൂപ്രദേശം. പിന്നെ ഉള്ളത് വുഡ്സാണ്, ആൾമോസ്റ്റ് ബ്ലാക്ക് കളറിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് പാരീസ് നഗരത്തിൻ്റെ ഒരു ദൃശ്യം മുകളിൽ നിന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത്. ഇനി ദ സൺ വിച്ച് വി കുഡ് നോ ലോങ്ങർ സീ ഡൗൺ ബിലോ നൗ റീഅപ്പിയേഴ്സ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സൂര്യനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന്. അതായത് സൂര്യൻ അസ്തമിച്ചപ്പോഴാണല്ലോ ഞങ്ങളുടെ യാത്ര. ഈവനിങ് സണ്ണിൻ്റെ റേസ് ഏറ്റ കാര്യമൊക്കെ, ബലൂണിൽ വീണ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ യാത്ര തുടങ്ങിയപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴെ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ സൂര്യനെ കാണാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെയുള്ള ആ സൂര്യൻ ഞങ്ങൾക്ക് കാണാൻ പറ്റാതിരുന്നത്, വിച്ച് വി കുഡ് നോ ലോങ്ങർ സീ ഡൗൺ ബിലോ, താഴെ ഞങ്ങൾക്ക് കാണാൻ പറ്റാതിരുന്ന ആ സൂര്യൻ നൗ റീഅപ്പിയേഴ്സ്, ഇപ്പോൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ വീണ്ടും ഉദിച്ചു എന്നൊന്നുമല്ല. സൂര്യനെ ഞങ്ങൾ മുകളിലേക്ക് ഉയരത്തിലേക്ക് പോകും തോറും താഴ്ന്ന് പോകുന്ന ആ സൂര്യനെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. താഴെ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ കുറേ കൂടി മുകളിലേക്ക്, അന്തരീക്ഷത്തിൽ മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞപ്പോൾ സൂര്യൻ താഴ്ന്നു പോകുന്ന കാഴ്ച ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇൻ ഫാക്ട് വി ക്യാൻ സീ വെദർ വി ആർ റൈസിങ് or singing only by throwing a cigarette paper out of the basket now and then. If this paper appears to fall down like a stone, it means that the balloon is rising. If it appears to shoot skyward, the balloon is descending. ഇനി ഞങ്ങളുടെ ബലൂണിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് ഈസി ആയിട്ട് മനസ്സിലാക്കാനുള്ളൊരു മാർഗ്ഗമാണ് പറയുന്നത്. ഇൻ ഫാക്ട് we can see whether we are rising or sinking only by throwing a cigarette paper out of ദി ബാസ്ക്കറ്റ് നൗ ആൻഡ് ദെൻ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ബാസ്ക്കറ്റിലിരുന്നു കൊണ്ട് ഒരു പീസ് സിഗരറ്റ് പേപ്പർ പുറത്തേക്ക് എറിഞ്ഞു കൊടുത്താൽ മാത്രം മതി ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുവാണോ താഴ്ന്നു പോവുകയാണോ എന്നൊക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും.
അപ്പോൾ അതെങ്ങനെയാണ് സിഗരറ്റ് പേപ്പർ പുറത്തേക്ക് എറിയുമ്പം ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇഫ് ദിസ് പേപ്പർ അപ്പിയേഴ്സ് ടു ഫോൾ ഡൗൺ ലൈക്ക് എ സ്റ്റോൺ ഇറ്റ് മീൻസ് ദാറ്റ് ദ ബലൂൺ ഈസ് റൈസിങ്. അപ്പോൾ സാധാരണ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ പേപ്പർ സ്ലോ ആയിട്ടാണല്ലോ താഴേക്ക് തറയിലേക്ക് വന്ന് വീഴുക. അതായത് കല്ല് എടുത്തിടുന്ന അത്രയും വേഗത്തിൽ ഒരു പേപ്പർ എന്തായാലും താഴേക്ക് പോവില്ല. അപ്പോൾ ഞങ്ങളിവിടെ അന്തരീക്ഷത്തിലേക്ക് ഒരു സിഗരറ്റ് പേപ്പറിൻ്റെ പീസ് ഇട്ട് കൊടുത്താൽ ഇഫ് ദിസ് പേപ്പർ അപ്പിയേഴ്സ് ടു ഫോൾ ഡൗൺ ലൈക്ക് എ സ്റ്റോൺ, ഒരു സ്റ്റോൺ പോകുന്നത് പോലെ വളരെ വേഗത്തിൽ പേപ്പർ താഴേക്ക് പോകുന്നതായിട്ട് കാണുവാണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ ബലൂൺ ഈസ് റൈസിങ്. അതിനർത്ഥം എന്താ? ഞങ്ങളുടെ ബലൂൺ വളരെ വേഗത്തിൽ മുകളിലേക്ക് ഉയരുന്നു എന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നും ഈ പേപ്പർ വളരെ ഫാസ്റ്റായിട്ട് താഴേക്ക് പോകുന്നു എന്ന് തോന്നും. ഇഫ് ഇറ്റ് അപ്പിയേഴ്സ് ടു ഷൂട്ട് സ്കൈവേർഡ് ദ ബലൂൺ ഈസ് ഡിസെൻഡിങ്. ഇനി നമ്മുടെ സിഗരറ്റ് പേപ്പർ സ്കൈവേർഡായിട്ട് മൂവ് ചെയ്യുന്നു എന്ന് തോന്നുകയാണെങ്കിലോ, അതായത് ബലൂൺ ഡിസെൻഡ് ചെയ്യുവാണെങ്കിൽ, ബലൂൺ താഴേക്ക് പോവുകയാണെങ്കിൽ വേഗത്തിലാണല്ലോ, അങ്ങനെ വേഗത്തിൽ ബലൂൺ താഴേക്ക് പോകുമ്പം സ്വാഭാവികമായിട്ടും ആ സിഗരറ്റ് പേപ്പർ മുകളിലേക്ക്, അത് ബലൂണിൻ്റെ അത്രയും സ്പീഡിൽ അത് താഴേക്ക് വരില്ലല്ലോ. അപ്പോൾ ബലൂണിനകത്ത് ബാസ്ക്കറ്റിനകത്ത് ഇരുന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നും അത് മുകളിലേക്ക് പോകണമെന്ന്. അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അതിനർത്ഥം ഞങ്ങളുടെ ബലൂൺ ഡിസെൻഡ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ബലൂണിൻ്റെ മൂവ്മെൻറ്റ് മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പമാർഗത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ബാസ്ക്കറ്റിനകത്തിരുന്നുകൊണ്ട് ഒരു പീസ് ഓഫ് സിഗരറ്റ് പേപ്പർ പുറത്തേക്ക് ഇട്ട് നോക്കുക. അപ്പോൾ പേപ്പർ വളരെ വേഗത്തിൽ താഴേക്ക് പോകുന്നതായിട്ട് കാണുന്നുവെങ്കിൽ, അങ്ങനെ തോന്നുന്നുവെങ്കിൽ അതിനർത്ഥം വളരെ വേഗത്തിൽ ഞങ്ങൾ മുകളിലേക്ക് ഉയരുന്നു എന്നാണ്. ഇനി സിഗരറ്റ് പേപ്പർ മുകളിലേക്ക് വരുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അതിനർത്ഥം ഞങ്ങൾ വളരെ സ്പീഡി മൂവ്മെൻറ്റിൽ താഴേക്ക് പോവാണ് എന്നാണ്. ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങളുടെ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മുകളിലേക്ക് പോകുന്തോറും കാണാൻ പറ്റുന്ന ദൃശ്യങ്ങൾ എന്തൊക്കെയാണ്, ഭൂമിയുടെ ദൃശ്യം എന്താണ്, ഇവിടെ നിന്ന് എന്തൊക്കെ ശബ്ദങ്ങളും ഗന്ധങ്ങളും ഒക്കെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് എന്നൊക്കെ തുടർന്നുള്ള ഭാഗത്ത് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ നമുക്കിനി അടുത്ത സെഷനിൽ ചർച്ച ചെയ്യാം. സോ ലെറ്റ് us stop here. Thank you.